ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്ററിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു 2-3 ടേംസ് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് മക്കളെ, എന്നാലും ഞാനൊന്ന് പറയാണ്. അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. സോ ഹോൾ നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 1, 2, 3, 4, 5, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഈ നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് പോളിനോമിയലിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി എന്താന്നുള്ളതാണ്. ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോൾ 4x⁷ എന്ന് എഴുതി. എന്താണ് 4x⁷? ഇതിനകത്ത് ഈ 4നെ വിളിക്കുന്ന പേര് കോയിഫിഷ്യന്റ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? കോയിഫിഷ്യന്റ്. ഈ എക്സിനെ വിളിക്കുന്ന പേര്, എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ദി വേരിയബിൾ. എക്സ് ഈസ് ദി വേരിയബിൾ. ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഇത് വി ആണ് വേരിയബിൾ. ഓക്കെ, ദെൻ ഈ മുകളിൽ കിടക്കുന്ന 7 ഉണ്ടല്ലോ മക്കളെ, ഇതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുക. ഓക്കെ, ഈ 7നെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം 5y⁹9. 5y⁹9. ഇതിനകത്ത് 5, ഈ 5 ഈസ് കോൾഡ് കോയിഫിഷ്യന്റ്. ഈ 5നെ വിളിക്കുന്ന പേരെന്താണ്? കോയിഫിഷ്യന്റ്. ഈ y ഈസ് കോൾഡ് വേരിയബിൾ. y എന്താണ്? വേരിയബിൾ ആണ്. ഈ 9, ദിസ് 9 ഈസ് കോൾഡ് ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതല്ല, ഇതെല്ലാം അറിയുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം 1/a⁻m 1/a⁻m എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് a⁻m എന്ന് എഴുതാം. 1/a⁻m എന്താണ്? a⁻m എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ 1/a⁷ ഇതിനെങ്ങനെ എഴുതാം? a⁻7 എന്ന് എഴുതാം. 1/x⁻10 ഇതിനെങ്ങനെ എഴുതാം? x⁻10 എന്ന് എഴുതാം. ഓക്കെ, 1/x⁴ ഇതിനെങ്ങനെ എഴുതാം? x⁻4. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ നോക്കി, ഇപ്പൊ 4/x⁹9 ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നിങ്ങൾക്ക് 4x⁻9 എന്ന് എഴുതാം. 4x⁻9. ഇപ്പൊ 5/x⁵3 ഇതിനെങ്ങനെ എഴുതാം മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇതിനെ 5x⁻³ എന്ന് എഴുതാം അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു 1/a⁻m നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? a⁻m. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പം 10/y⁹9 എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ. ഇതിനെ നിങ്ങൾക്ക് 10x⁻9 എന്ന് എഴുതാം. 10x⁻9. മറ്റൊരു എക്സാമ്പിൾ 4/x⁻11. 4/x⁻11 എങ്ങനെ എഴുതാം മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇതിനെ നിങ്ങൾക്ക് 4x⁻11 എന്ന് എഴുതാം. 4x⁻11. അപ്പൊ നോക്കിയേ, ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് √x നോക്കി മക്കളെ. ഈ √x എന്നതിനെ x⁻1/2 എന്ന് എഴുതാൻ പറ്റും കേട്ടോ, മറന്നു പോകരുത്. √x എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻1/2. ഫോർ എക്സാമ്പിൾ √3 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് 3⁻1/2 എന്ന് എഴുതാം. 3⁻1/2. √5 എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? 5⁻1/2 എന്ന് എഴുതാം. 5⁻1/2. √7 എന്നതിന് പകരം 7⁻1/2 എന്ന് എഴുതാം. മറന്നു പോകരുത്. ഇപ്പൊ √x എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നു പോകരുത്. √x എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? √x എന്ന് പറഞ്ഞാൽ √x-ന് പകരം എന്ത് എഴുതാം? x⁻1/2. √11 എങ്ങനെ എഴുതാം? 11⁻1/2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഡിഗ്രി, വേരിയബിൾ, കോയിഫിഷ്യന്റ് ഇതെന്താണെന്ന് അറിയണം. അതുപോലെ പവറിന്റെ കേസിൽ ഈ പവേഴ്സ്, ഇപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് 4/x⁻9 എങ്ങനെ എഴുതാം? 4x⁻9 എഴുതാം. 1/x⁻2 എങ്ങനെ എഴുതാം? x⁻2. വെറും 1/x, അതും കൂടെ പറയണേ. വെറും 1/x-നെ എങ്ങനെ എഴുതാം? വെറും 1/x അതിനെ x⁻1 എന്ന് എഴുതാം. വെറും 1/x-നെ എങ്ങനെ എഴുതാം? x⁻1. അപ്പൊ അത് വെച്ചിട്ട് 4/x-നെ എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ. 4/x-നെ എങ്ങനെ എഴുതാം? 4x⁻1 എന്ന് എഴുതാം. 4x⁻1. അപ്പൊ അത് വെച്ചിട്ട് നോക്കിയേ, 10/x-നെ എങ്ങനെ എഴുതാം? 10/x = 10x⁻1. ഇത് വെച്ചിട്ട് 5/y എങ്ങനെ എഴുതാം? 5 × y⁻1. കാരണം എന്താ?
1/x എന്ന് പറഞ്ഞാൽ എന്താ? 1/x എന്ന് പറഞ്ഞാൽ x⁻⁻1 ആണ്. അപ്പൊ നമുക്ക് നേരെ ഇനി ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് എന്താണ് പോളിനോമിയൽ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഞാനിവിടെ 1, 2, 3 മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് അഥവാ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസിനെയാണ് സിംപ്ലി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. കാരണം മാത്സ് ആണ്, ഡെഫിനിഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നോക്കി, ഞാൻ ഇവിടെ 3 ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് പറഞ്ഞാൽ അതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ള എക്സ് ഉണ്ടാവും, കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ ഉണ്ടാവും, കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കി, നമ്മൾ 10, 7, -3, -9, 5 ഇതിനെല്ലാം കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ നോക്കി, ഇപ്പൊ ഇവിടെ ബോർഡിനകത്ത് 1, 2, 3 ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. ഇത് പോളിനോമിയൽ ആകണമെങ്കിൽ ഇതിനകത്ത് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേരിയബിൾ എന്താണെന്ന് അറിയാം. ഇതിനകത്ത് കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വേരിയബിളിന്റെ പവർ, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതിനകത്തുള്ള വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ എക്സ്പ്രഷനകത്തുള്ള വേരിയബിളിന്റെ പവർ എന്ന് പറഞ്ഞാൽ അതൊരു ഹോൾ നമ്പർ ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു ഹോൾ നമ്പർ ആയിരിക്കും, മറന്നു പോകരുത്. അപ്പം വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ എക്സ്പ്രഷനിലോട്ട് വരുന്ന സമയത്ത് ഇതെന്താണ്? x² + 4x. എന്താണ് മക്കളെ? x² + 4x. അപ്പൊ ഇവിടെ എക്സ് ഒരു വേരിയബിൾ, ഇവിടെ ഒരു വേരിയബിൾ. ഓക്കെ, ഇതിന്റെ ഡിഗ്രി ഓക്കെ, പവർ അഥവാ പവർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ് കേട്ടോ. ലിസൺ, ഇനിയിപ്പോൾ ഞാൻ ടേം മാറ്റിയെന്ന് വേണ്ട, നിങ്ങൾ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരിയബിളിൻ്റെ ഡിഗ്രി ആൻഡ് പവർ അത് രണ്ടും സെയിം ആണ്. ഡിഗ്രി ആൻഡ് പവർ ബോത്ത് ആർ സെയിം. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? ഹോൾ നമ്പർ ആയിരിക്കും. എന്തായിരിക്കും? ഹോൾ നമ്പർ. ഓക്കെ, ഡിഗ്രി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷനിലോട്ട് വരുമ്പോൾ ഇത് നോക്കിയേ, ഇത് x² + 4x. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഡിഗ്രി എത്രയാ? 2. അത് ഹോൾ നമ്പർ ആണ്. ഇവിടെ 4x. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ ഡിഗ്രി എത്രയാ? 1 ആണ് അല്ലേ? വെറുതെ ഒരു എക്സ് അങ്ങ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എത്രയാ? 1 ആയിരിക്കും കേട്ടോ. വെറുതെ ഒരു എക്സ്, വെറും ഒരു എക്സ് അങ്ങ് എഴുതിയാൽ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇത് 2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്, 1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് പോളിനോമിയലിന്റെ. ഇനി ഈ ഒരു എക്സാമ്പിളിലോട്ട് വരുമ്പോൾ നോക്കി, ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഇവിടെ ഡിഗ്രി ഇല്ല, അതിനർത്ഥം ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. ഇത് പിന്നെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേരിയബിൾസും ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും. വേരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും. ബട്ട് അതിനകത്തുള്ള വേരിയബിൾസിന്റെ ഡിഗ്രി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ഹോൾ നമ്പർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് വരുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ ഇതെന്താണ്? 3. അതൊരു ഹോൾ നമ്പർ ആണ്. ഇത് -2 ആണ് അല്ലേ? ഇവിടുത്തെ വേരിയബിൾ എക്സിൻ്റെത് ഇതെന്താണ്? ഇത് ഹോൾ നമ്പർ ആണ്. ഓക്കെ, കാരണം ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ ഇത് ഓക്കെ ആണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇത് ഹോൾ നമ്പർ ആണോ? -2 ഹോൾ നമ്പർ ആണോ? -2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. -2 ഈസ് നോട്ട് ആൻ ഹോൾ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ എക്സാമ്പിൾ അത് പോളിനോമിയൽ ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. പോളിനോമിയൽ അല്ല അല്ലേ? മൂന്നാമത്തെ എക്സാമ്പിൾ എന്തല്ല? പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇതിനകത്ത് വേരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്തുള്ള വേരിയബിളിന്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി, പവർ അഥവാ ഡിഗ്രി എന്ന് പറയുന്നത് എന്താവണം? ഹോൾ നമ്പർ ആവണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെല്ലാം പോളിനോമിയൽ ആണ്, ഏതെല്ലാം പോളിനോമിയൽ അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ABCD എന്ന് പറയുന്ന 4 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പോളിനോമിയൽ ആണ്, ഏതെല്ലാം പോളിനോമിയൽ അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ മക്കളെ, ഒന്നാമത്തെ എക്സാമ്പിളിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഇത് ഡിഗ്രി 2 ആണ് അല്ലേ? ഇവിടുത്തെ വേരിയബിൾ എക്സിന്റെ ഡിഗ്രി 2 ആണ്. ഇതിന്റെ ഡിഗ്രി ഇത് നോക്കിയേ 5√x ആണ്. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5√x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x⁻1/2 അല്ലേ? 5√x എന്ന് പറഞ്ഞാൽ 5x⁻1/2 അല്ലേ? ഈ 1/2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണോ? അല്ല. 1/2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് ഒന്നാമത്തെ എക്സാമ്പിൾ പോളിനോമിയൽ അല്ല. നമ്മൾ ഈ എക്സിന്റെ എപ്പോഴും ശ്രദ്ധിക്കണേ, കോൺസ്റ്റന്റിന്റെ ഡിഗ്രി അല്ല കേട്ടോ. കോൺസ്റ്റന്റിന്റെ ഡിഗ്രി അല്ല. ഇതിനകത്തുള്ള വേരിയബിൾ ആയിട്ടുള്ള എക്സ് ഒന്നില്ലെങ്കിൽ എക്സിലായിരിക്കും, അതല്ലെങ്കിൽ വൈയിലായിരിക്കും, അതല്ലെങ്കിൽ വേറെ വല്ല ലെറ്ററിലായിരിക്കും. ആ വേരിയബിളിന്റെ
ഡിഗ്രിയാണ് ഹോൾ നമ്പർ ആകേണ്ടത്, അല്ലാതെ അവിടെയുള്ള കോൺസ്റ്റന്റിന്റെ ഡിഗ്രി അല്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തെ എക്സാമ്പിളിൽ എക്സിന്റെ ഡിഗ്രി 2. ഓക്കെ, അടുത്തത് 5√x ആണ്. 5√x എന്ന് പറഞ്ഞാൽ 5x⁴ 1/2 എന്ന് പറയുന്ന പവർ അല്ലെ, x⁴ 1/2 എന്നീ പറയുന്ന ഈ പവർ ഇതെന്തല്ല, ഇത് ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് ആദ്യത്തെ എക്സാമ്പിൾ പോളിനോമിയൽ ആണോ? അല്ല. അടുത്ത എക്സാമ്പിളിലോട്ട് വരുമ്പോൾ ഇതെന്താണ്? 2. ഇവിടെ വെറും എക്സ്, ഞാൻ പറഞ്ഞു വെറുതെ ഒരു എക്സ് അങ്ങ് എഴുതി കഴിഞ്ഞാൽ ആ എക്സിന്റെ ഡിഗ്രി എത്രയാണോ? 1. വെറുതെ ഒരു എക്സ് എഴുതി കഴിഞ്ഞാൽ അപ്പൊ ഇത് 2 ഹോൾ നമ്പർ ആണ്. ഇവിടെ എക്സ് ഉണ്ട്, വെറും ഒരു എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, അതും ഹോൾ നമ്പർ ആണ്. അതുകൊണ്ട് ഇതാ ഇവിടെ വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ, ഇതൊരു പോളിനോമിയൽ ആണോ നോക്കാം. വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെയോ വേരിയബിളിന്റെ പവർ ആയിട്ടുള്ള നമ്പേഴ്സ് 2ഉം 1ഉം അതെന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് എന്താണ്? പോളിനോമിയലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് വരാം. മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് വരുമ്പോൾ ഇത് 2x², ഇത് 2x². അടുത്തത് 5/x അല്ലെ. എന്താ 5/x? 5 × x⁻⁻1 അല്ലേ മക്കളെ? 5/x എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറഞ്ഞേ. 5/x എന്ന് പറഞ്ഞാൽ എന്താ? 5 × x⁻⁻1. -1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണോ? അല്ല അല്ലെ. ഈ 5/x ഇതാ ഇവിടെ 5/x ഉണ്ട്. 5/x എന്ന് പറഞ്ഞാൽ 5 × x⁻⁻1. ഈ -1 ഹോൾ നമ്പർ ആണോ? അല്ലെ. ഇതിനെ നിങ്ങൾക്ക് 5 × x⁻⁻1 എന്ന് എഴുതാം. ഈ -1 ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് ഇത് പോളിനോമിയൽ അല്ല, ഇത് പോളിനോമിയൽ അല്ല. അപ്പൊ ഒന്നാമത്തത് പോളിനോമിയൽ അല്ല, സെക്കൻഡ് വൺ പോളിനോമിയൽ ആണ്, തേർഡ് വണ്ണും പോളിനോമിയൽ അല്ല. ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് വരുമ്പോൾ ഇതാ ഇവിടുത്തെ വേരിയബിൾ എക്സ്, അതിന്റെ ഡിഗ്രി 2, അത് ഹോൾ നമ്പർ ആണ്. അടുത്തത് ഇവിടെ എക്സ് ഉണ്ട്, വെറും എക്സിന്റെ പവർ എത്രയാ? വെറും എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 2 1. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? പോളിനോമിയലാണ്. അപ്പൊ ഇവിടെ ഈ ബിയും ഡിയും പോളിനോമിയലാണ്, എയും സിയും പോളിനോമിയൽ അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. അതിനകത്ത് വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഈ വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പർ ആകണം. ഇത്ര നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണെന്നാണ് പറയുന്നത്. ഇപ്പം ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോളിനോമിയൽ എഴുതിയിട്ടുണ്ട്. x⁻³ - 4x² പ്ലസ് 5x - 10. ഇത് നോക്കിയേ, ഇത് ഒരു പോളിനോമിയലാണ്. ഇത് എക്സിലുള്ള ഒരു പോളിനോമിയലാണ്. ഇതൊരു പോളിനോമിയലാണ്, ഇത് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഇത് എക്സിലുള്ള പോളിനോമിയൽ എന്നുള്ള മീനിങ്ങിൽ എനിക്കിതിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഈ പോളിനോമിയൽ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 4x² പ്ലസ് 5x പ്ലസ് 10. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഏതാ? എക്സ് ആണ്. ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. ഈ വേരിയബിളിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്, ഇവിടെ എത്രയാണ്? 2 ആണ്, ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പം ഇവിടെ ഈ പോളിനോമിയലിന്റെ വേരിയബിളിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. എല്ലാ പവറുകളും എല്ലാ ഡിഗ്രികളും ഹോൾ നമ്പേഴ്സ് ആണ് അല്ലേ. ഇവിടെ എക്സിന്റെ ഡിഗ്രി 3, ഇവിടെ എക്സിന്റെ ഡിഗ്രി 2, ഇവിടെ എക്സിന്റെ ഡിഗ്രി 1. അപ്പൊ എല്ലാ ഡിഗ്രിയും ഹോൾ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഇത് പോളിനോമിയൽ ആണ്. എന്തിലുള്ള പോളിനോമിയൽ ആണ്? എക്സിലുള്ള പോളിനോമിയൽ ആണ്. എക്സിലുള്ള പോളിനോമിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഗ്രികളിൽ ഹയസ്റ്റ് വാല്യൂ, ഇതിന്റെ ഡിഗ്രികളിൽ ഹയസ്റ്റ് 3 to 1 ഏതാ ഹയസ്റ്റ്? 3 ആണ്. അപ്പം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ള പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡിഗ്രികൾ മൊത്തം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡിഗ്രി 3 ഉണ്ട്, ഡിഗ്രി 2 ഉണ്ട്, ഡിഗ്രി 1 ഉണ്ട്. അതിനകത്ത് ഹയസ്റ്റ് ഡിഗ്രി ഏതാ? ഹയസ്റ്റ് ഡിഗ്രി 3 ആണ് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സപ്പോസ് യു ഹാവ് t⁻10 minus 4t⁻9 minus 5t⁻11 plus 4. ഓക്കെ, ഇത് പോളിനോമിയൽ ആണ് അല്ലേ. ഇത് പോളിനോമിയൽ ആണ്. ഇവിടുത്തെ വേരിയബിൾ എക്സ് എന്ന ലെറ്ററിന് പകരം ടി എന്ന ലെറ്റർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ പി ഓഫ് എക്സ് എന്ന് മാറ്റിയിട്ട് എനിക്ക് എന്തെന്ന് വിളിക്കാം? പി ഓഫ് ടി എന്ന് വിളിക്കാം. പി ഓഫ് എക്സ് എന്ന് മാറ്റിയിട്ട് എന്തെന്ന് വിളിക്കാം? പി ഓഫ് ടി എന്ന് വിളിക്കാം. അപ്പൊ ഈ പി ഓഫ് ടി എന്ന് പറയുന്ന പോളിനോമിയലിന്റെ 10 ഒരു ഹോൾ നമ്പർ ആണ്, 9 ഹോൾ നമ്പർ ആണ്, 11 ഹോൾ നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഡിഗ്രി ആയിട്ട് വരുന്നത് 10 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. ഇതിനകത്ത് ഹയസ്റ്റ് വൺ ഏതാ? ഹയസ്റ്റ് വൺ 11 ആണ്. അതുകൊണ്ട് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 11 ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം മക്കളെ, സപ്പോസ് യു ഹാവ് 3y² minus 4y⁻³ minus y⁻10 plus 4y
മൈനസ് 10. ഓക്കെ, ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട്. നോക്കി, ഈ പോളിനോമിയൽ എന്തിലാണ്? നേരത്തെ ഞാൻ എക്സിൽ എഴുതി, പിന്നെ ഞാൻ ടിയിൽ എഴുതി, ഇപ്പോൾ ഞാൻ എഴുതിയ പോളിനോമിയൽ എന്ന് പറയുന്നത് വൈയിലാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ പി ഓഫ് എക്സ് പി ഓഫ് ടി എന്ന് പറഞ്ഞ പോലെ ഈ പോളിനോമിയലിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? പി ഓഫ് വൈ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? പി ഓഫ് വൈ എന്ന് വിളിക്കാം. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി ഇവിടെ ഡിഗ്രി 2 ആണ്, ഇവിടെ ഡിഗ്രി 3 ആണ്, ഇവിടെ ഡിഗ്രി 10 ആണ്, ഇവിടെ ഡിഗ്രി വെറും വൈ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? വെറും വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി കാണണം. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി, ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്? 10 ആണ്. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയലിന്റെ ഡിഗ്രികളിൽ ഹയസ്റ്റ് 1. പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടേമുകളുടെ ഡിഗ്രികൾ. ഇപ്പൊ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 10, ഇവിടെ 1, അതിൽ ഹയസ്റ്റ് 1 ആണ് പോളിനോമിയലിന്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ ഒരു ലാസ്റ്റ് എക്സാമ്പിളും കൂടെ എടുത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിളും കൂടെ എടുത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സപ്പോസ് യു ഹാവ് 4x² മൈനസ് 3x³ പ്ലസ് 4x മൈനസ് 10. ഓക്കെ, ഇത് പോളിനോമിയലാണ്. എന്തിലുള്ള പോളിനോമിയലാണ്? എക്സിലുള്ള പോളിനോമിയലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? പി ഓഫ് എക്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? പി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഇവിടെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. ഇവിടെ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആണ്. അപ്പൊ ഇവിടെ ഡിഗ്രി ആയിട്ട് 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഹയസ്റ്റ് ഡിഗ്രി ഏതാ? 3 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 3 ആണ്. ഓക്കെ, അപ്പൊ ഒരു പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, ആ പോളിനോമിയലിന്റെ ഡിഗ്രി എങ്ങനെ കാണാന്ന് പറഞ്ഞു. ഇനി നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ, ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. എന്താണ് മക്കളെ? ലീനിയർ പോളിനോമിയൽ. അപ്പൊ ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ax പ്ലസ് ബി ഈക്വൽ ടു 0. അവിടെ a, b എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് 3, 4, 10, 7 ഇതിനൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഒരു ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ax പ്ലസ് ബി. ax പ്ലസ് ബി. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എക്സിന്റെ കൂടെയുള്ള എ ഒരിക്കലും 0 ആകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ a 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ടേം ഉണ്ടാവോ? ഇല്ല. നോക്കിയേ, എയുടെ വാല്യൂ 0 ആയാൽ ax പ്ലസ് ബി എന്നുള്ള പോളിനോമിയലിനകത്ത് a 0 ആയാൽ 0 ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ പിന്നെ ഈ ടേം മൊത്തത്തിൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ax പ്ലസ് ബി. എന്താണ് മക്കളെ? ax പ്ലസ് ബി. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, a നോട്ട് ഈക്വൽ ടു 0. a നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഞാൻ ഇവിടെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എന്താണ്? 2x മൈനസ് 3 അല്ലെ? 2x മൈനസ് 3. അപ്പൊ നോക്കിയേ, 2x മൈനസ് 3 എടുക്കുമ്പോൾ ഇതിന്റെ ഡിഗ്രി എത്രയാ? ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. ആ എക്സിന്റെ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന് ആകെ ഒരു ഡിഗ്രി ഉള്ളൂ. ആ ഡിഗ്രി എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ്. പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? √3 അല്ലെ? √3x മൈനസ് 5. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ എന്താണ്? എക്സ് ആണ്. ആ എക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ലെങ്കിൽ ഡിഗ്രി എത്രയാണ്? 1 ആണ്. ഈ 1 ഡിഗ്രി ആയിട്ട് വരുന്ന, അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഈ ഡിഗ്രി 1 ആയിട്ട് വരുന്ന പോളിനോമിയലിനാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? ലീനിയർ പോളിനോമിയൽ. അടുത്തത് നമുക്ക് വരുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 2 ആയിരിക്കും. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 2 ആയിരിക്കും. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ax² പ്ലസ് bx പ്ലസ് c. ഓക്കെ, ax² പ്ലസ് bx പ്ലസ് c. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയും എന്ത് 0 ആകാൻ പാടില്ല? a 0 ആകാൻ പാടില്ല. a 0 ആയാൽ എന്താ സംഭവിക്കുക? ax² പ്ലസ് bx പ്ലസ് c. ഇതിനകത്ത് a 0 ആയാൽ 0x² പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് ഇല്ലാതെയാവും. പിന്നെ bx പ്ലസ് c ആണ് വരിക. അതിനകത്ത് എക്സിന്റെ ഡിഗ്രി എത്രയാ? 1. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ നിന്നും എന്തായിട്ട് മാറും? ലീനിയർ പോളിനോമിയൽ ആയിട്ട് മാറും. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ നിന്നും എന്തായിട്ട് മാറും? ലീനിയർ പോളിനോമിയൽ ആയിട്ട് മാറും. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാവണം? പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാകണം? 2 ആകണം. അപ്പൊ നോക്കി, ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c. എന്താണ് മക്കളെ? ax² പ്ലസ് bx
bx പ്ലസ് സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള എ എന്താവാൻ പാടില്ല, 0 ആകാൻ പാടില്ല. എ 0 ആയാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എ 0 ആയാൽ 0 × എക്സ് സ്ക്വയർ ഈ ടേം ഉണ്ടാവില്ല. പിന്നെ bx പ്ലസ് സി, അവിടെ എക്സിന്റെ ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആയാൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ല, പിന്നെ അതെന്താണ്, ലീനിയർ പോളിനോമിയൽ ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ എക്സ് സ്ക്വയർ മൈനസ് 4. എക്സ് സ്ക്വയർ മൈനസ് 4നകത്ത് ഇവിടെ എക്സിന്റെ ഡിഗ്രി എത്രയാണ്, 2. ഇങ്ങനെ ഡിഗ്രി 2 ആണെങ്കിൽ ദാറ്റ് പോളിനോമിയൽ ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവിടെ എ മാത്രമാണ് 0 ആവാൻ പാടില്ലാത്തത്. ബി സി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റുകളില്ലേ, അത് വേണമെങ്കിൽ 0 ആകാം. അതായത് ആ ടേം ഇല്ലാതെയും ഇരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4നകത്ത് നമുക്ക് ബി എക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. ഇവിടെ ഫസ്റ്റത്തെ ടേം എ എക്സ് സ്ക്വയർ, അതുപോലെ കോൺസ്റ്റന്റ് ടേമും ഉള്ളൂ. ഈ ടേമും ഈ കോൺസ്റ്റന്റ് ടേമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എ 0 ആവരുതെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻ ബി വേണമെങ്കിൽ 0 ആകാം, സിയും വേണമെങ്കിൽ എന്താകാം, 0 ആകാം. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്, 4y² പ്ലസ് 3/2. നോക്കിയേ, 4y² പ്ലസ് 3/2നകത്ത് വേരിയബിൾ ആരാ, y ആണ്. ആ വേരിയബിളിന്റെ ഡിഗ്രി എത്രയാണ്, 2. ഈ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് മക്കളെ നമ്മൾ എന്ന് വിളിക്കുക, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നകത്ത് നോക്കിയേ, ഇവിടുത്തെ ഡിഗ്രി എത്രയാ, 2. ഇവിടുത്തെ ഡിഗ്രി എത്രയാ, 1 അല്ലേ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതാം. നോക്കിയേ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്, 2. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്, 1 അല്ലേ. അപ്പം ഈ പോളിനോമിയലിന്റെ ഡിഗ്രീസ് നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഡിഗ്രികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഗ്രി ആയിട്ട് 2 ഉണ്ട്, അതുപോലെ 1 ഉണ്ട്. പക്ഷെ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രിയാണ്. ഇങ്ങനെ ഹയസ്റ്റ് ഡിഗ്രി 2 ആയിട്ട് വരുന്ന പോളിനോമിയൽ ദേ ആർ കോൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എന്താണെന്ന് വിളിക്കുക, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബിക് പോളിനോമിയൽ ആണ്. എന്താണ് മക്കളെ, ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എത്രയാവണം, 3 ആവണം. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. അവിടെയും നമ്മൾ a നോട്ട് ഈക്വൽ ടു 0. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ax പ്ലസ് b, വേർ a നോട്ട് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ax² പ്ലസ് bx പ്ലസ് c, അവിടെയും a നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d, അവിടെയും a നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, 3 മൈനസ് x² പ്ലസ് x³. ഇവിടുത്തെ വേരിയബിൾ എക്സിന്റെ ഡിഗ്രി 2, ഇവിടുത്തെ വേരിയബിൾ എക്സിന്റെ ഡിഗ്രി 3. അപ്പൊ ഇവിടെ ഡിഗ്രി ആയിട്ട് 2,3. അതിനകത്ത് ഹയസ്റ്റ് വൺ ഏതാണ്, ഹയസ്റ്റ് ഡിഗ്രി അല്ലേ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രി അല്ലേ മക്കളെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്. അപ്പൊ ഈ പോളിനോമിയൽ ഞാൻ എഴുതിയ എക്സാമ്പിൾ ഏതാണ്, 3 മൈനസ് x² പ്ലസ് x³. ഇതിന്റെ അകത്ത് ഹയസ്റ്റ് ഡിഗ്രി 3 ആയതുകൊണ്ട് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്യൂബിക് പോളിനോമിയൽ. അടുത്ത എക്സാമ്പിളിലോട്ട് വരുമ്പോൾ നോക്കി, ഇവിടുത്തെ വേരിയബിൾ എക്സ്, അതിന്റെ ഡിഗ്രി എത്രയാണ്, 3. ഇവിടുത്തെ വേരിയബിൾ എക്സ്, അതിന്റെ ഡിഗ്രി എത്രയാണ്, 2. ഇവിടുത്തെ വേരിയബിൾ എക്സ്, അതിന് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആണ്. അപ്പൊ ഇവിടെ ഡിഗ്രി 3 ഉണ്ട്, ഡിഗ്രി 2 ഉണ്ട്, ഡിഗ്രി 1 ഉണ്ട്. ഹയസ്റ്റ് ഡിഗ്രിയാണ് പോളിനോമിയലിന്റെ ഡിഗ്രി, അത് എത്രയാണ്, 3 ആണ്. അതുകൊണ്ട് ഈ എക്സാമ്പിളും എക്സാമ്പിൾ ആണ്, ക്യൂബിക് പോളിനോമിയലിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഓക്കെ, ഈ എക്സ് സ്ക്വയർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് x² മൈനസ് 5x പ്ലസ് 6. ഓക്കെ, x² മൈനസ് 5x പ്ലസ് 6. ഇതൊരു പോളിനോമിയൽ ആണോ, ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. ഇത് പോളിനോമിയൽ ആണ്. കാരണം ഇവിടുത്തെ വേരിയബിൾ എക്സ് അല്ലെ, അതിന്റെ ഡിഗ്രി 2. ഇവിടുത്തെ വേരിയബിൾ എക്സ്, അതിന്റെ ഡിഗ്രി 1. അപ്പൊ ഡിഗ്രി ആയിട്ട് 2,1 അതെന്ന് പറയുന്നത് എന്താണ്, ഹോൾ നമ്പേഴ്സ് ആണ് അല്ലെ. ഇങ്ങനെ ഹോൾ നമ്പേഴ്സ് ഡിഗ്രി വന്നാൽ അതിനെയല്ലേ പോളിനോമിയൽ എന്ന് വിളിക്കാം അല്ലെ. ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഈ ആൾജിബ്രിക് എക്സ്പ്രഷനകത്ത് വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. അതിനകത്തുള്ള വേരിയബിൾസിന്റെ ഡിഗ്രികളായിട്ട് ഹോൾ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പോളിനോമിയൽ എന്നാ വിളിക്കുക. ഇനി ഇവിടെ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി, ഈ പോളിനോമിയലിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്താണ്, 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പോളിനോമിയൽ ആണ്, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതെന്തിന് എക്സാമ്പിൾ ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ x² മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് ഒരു ഡിഗ്രി 2 ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മക്കളെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പൊ x² മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എക്സിൽ ആയതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം, p ഓഫ്
ഓഫ് എക്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? പി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? എനിക്കിപ്പം പി ഓഫ് 10 കാണണം. പി ഓഫ് 10 കാണണം. പി ഓഫ് അല്ലെ, ഈ പോളിനോമിയൽ ഞാൻ വിളിക്കുന്ന പേരെന്താ മക്കളെ? പി ഓഫ് എക്സ് അല്ലെ. ഇത് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇത് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് 10. ഓക്കെ, ഈ പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിന് 10 കൊടുത്താൽ എന്താണ് വാല്യൂ കിട്ടുക? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പി ഓഫ് എക്സ് പി ഓഫ് 10 ആവുമ്പോൾ ഈ പോളിനോമിയലിനകത്ത് എക്സ് ഉള്ള പ്ലേസിലെല്ലാം നിങ്ങൾ എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 10 സ്ക്വയർ മൈനസ് 5 into 10 plus 6 എന്ന് കിട്ടും. അപ്പൊ 10 സ്ക്വയർ എത്രയാണ്? 100 മൈനസ് 50 പ്ലസ് 6 എന്ന് കിട്ടും. അപ്പൊ 100 മൈനസ് 50 എന്താ? 100 മൈനസ് 50 അല്ലെ. 50യുടെ കൂടെ ഒരു 6 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 56 എന്ന് കിട്ടും അല്ലെ. 100 അല്ലെ. പി ഓഫ് 10 കാണുക എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ മാറ്റിയിട്ട് എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം 10 എഴുതി കൊടുത്താൽ മതി. അപ്പൊ എക്സ് സ്ക്വയറിന് പകരം 10 സ്ക്വയർ മൈനസ് 5 into എക്സിന് പകരം 5 into 10 പ്ലസ് 6 എന്ന് വരും. അപ്പൊ 10 സ്ക്വയർ 100, 5 into 10 50 പ്ലസ് 6. 100 മൈനസ് 50, 100ൽ നിന്ന് 50 പോയാൽ 50 പ്ലസ് 6 56. മറ്റൊരു വാല്യൂ കാണാം. സപ്പോസ് പി ഓഫ് 1 കാണണം എന്ന് വിചാരിച്ചോ. പി ഓഫ് 1 എങ്ങനെ കാണാം? എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് 1 സ്ക്വയർ മൈനസ് 5 into 1 പ്ലസ് 6 എന്ന് വരും. അപ്പൊ എന്ത് വരും? 1 സ്ക്വയർ 1 മൈനസ് 5 പ്ലസ് 6 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് 1 പ്ലസ് 6 7, ദാറ്റ് ഈസ് 2 എന്ന് വരും അല്ലെ. ഇതിന്റെ ആൻസർ എത്ര വരിക? 2 എന്ന് വരും. ക്ലിയർ? ഇതിന്റെ ആൻസർ 2 എന്ന് വരും. അപ്പൊ ഇവിടെ ഞാൻ ഒരു പോളിനോമിയൽ, ഇതൊരു ഡിഗ്രി 2 ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിനകത്ത് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു എക്സ് സ്ക്വയർ മൈനസ് 5x, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇത് എക്സിലായതുകൊണ്ട് ഞാൻ ഇതിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? പി ഓഫ് എക്സ് എന്നാണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ വാല്യൂ കാണാണ്. എനിക്ക് പി ഓഫ് 3 കാണണം. എന്ത് കാണണം? പി ഓഫ് 3. പി ഓഫ് 3 കാണുമ്പോൾ എന്താ സംഭവിക്കുക? 3 സ്ക്വയർ മൈനസ് 5 into 3 plus 6. Okay, what is 3 square? 3 square means 3 into 3 9 minus 5 into 3. What is 5 into 3? 15. 5 into 3 എത്രയാ മക്കളെ? 15 plus 6 എന്ന് വരും. അപ്പൊ 9 plus 6 എത്രയാ? 15. Then 15 minus 15 എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. എന്ത് കിട്ടി? 0 കിട്ടി. ഇതുപോലെ ഞാൻ പി ഓഫ് 3ക്ക് പകരം പി ഓഫ് 2 കൊടുക്കുകയാണ്. പി ഓഫ് 3ക്ക് പകരം പി ഓഫ് 2 കൊടുത്താൽ എന്താ സംഭവിക്കുക? എക്സ് സ്ക്വയറിന് പകരം 2 സ്ക്വയർ മൈനസ് 5xന് പകരം 5 into 2. 5xന് പകരം 5 into 2 പ്ലസ് 6 എന്ന് വരും. ഓക്കെ, അപ്പൊ 2 സ്ക്വയർ എന്താ മക്കളെ? 4 മൈനസ് 5 into 2 10 പ്ലസ് 6. ഓക്കെ, നൗ 4 പ്ലസ് 6 എന്താണ്? 10. 10 മൈനസ് 10 എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ നോക്കിയേ, ഈ പോളിനോമിയലിന്റെ വാല്യൂ കണ്ട സമയത്ത് എക്സ് ഉള്ളിടത്ത് ഞാൻ 3 കൊടുത്ത സമയത്തും എക്സ് ഉള്ളിടത്ത് 2 കൊടുത്ത സമയത്തും പോളിനോമിയലിന്റെ വാല്യൂ എന്തായിട്ട് വന്നു? 0 ആയിട്ട് വന്നു. അങ്ങനെ നിങ്ങൾക്ക് പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിട്ട് വരുന്ന എക്സിന്റെ വാല്യൂസ് അത് ഏതാണ്? എക്സിന് 3 കൊടുക്കാം ഓർ എക്സിന് 2 കൊടുക്കാം അല്ലെ. എക്സിന് നിങ്ങൾ 3 എന്ന് കൊടുക്കുമ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ 0, എക്സിന് നിങ്ങൾ 2 കൊടുത്താലും പോളിനോമിയലിന്റെ വാല്യൂ 0. ഈ രണ്ട് വാല്യൂസ്, അതായത് 3,2 എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് സീറോസ് ഓഫ് ദി പോളിനോമിയൽ. ഈ പോളിനോമിയലിന്റെ സീറോസ് എന്നാണ് ഈ വാല്യൂസിനെ വിളിക്കുക. അപ്പൊ എന്താണ് ഒരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എക്സിന്റെ വാല്യൂസ്. എങ്ങനെയുള്ള എക്സിന്റെ വാല്യൂസ്? നമ്മൾ ഇവിടെ എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2 ഇവരെ വിളിക്കുന്ന പേര്. അപ്പൊ ഇവിടുത്തെ സീറോസ് ഓഫ് ദി പോളിനോമിയൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് സീറോ ഓഫ് ദി പോളിനോമിയൽ ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതും സീറോ ഓഫ് ദി പോളിനോമിയൽ ആണ്. കാരണം എന്താണ്? ഈ പോളിനോമിയലിനകത്ത് എക്സിന് പകരം നിങ്ങൾ 3 അല്ലെങ്കിൽ എക്സിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ പോളിനോമിയലിന്റെ വാല്യൂ എന്താവും മക്കളെ? 0 ആകും. അപ്പൊ ഒരു പോളിനോമിയലിന്റെ വാല്യൂ 0 ആകുന്ന എക്സിന്റെ വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് സീറോസ് ഓഫ് ദി പോളിനോമിയൽ. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ അത് ഏതാണ്? 3,2 ആണ്. അപ്പൊ മെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നിങ്ങളുടെ CBSE ക്ലാസ് 10ന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക.